ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഈ ഒരു ഓണം മേക്കപ്പ് ലുക്ക് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴത്തിനൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഖം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനത് നമുക്ക് മുഖത്തൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു പ്രൈമറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പതഞ്ജലിയുടെ അലോവേറ ജെല്ലാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഒരു പ്രൈമറായിട്ടും യൂസ് ചെയ്യാം. അധികമൊന്നും വേണ്ട, ഒരു ചെറിയ ഒരു ഡ്രോപ്പ് മാത്രം എടുത്താൽ മതി. ഞാൻ ഒരു ചെറിയ ഡ്രോപ്പാണ് എടുത്തേക്കുന്നത്. നമുക്ക് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പതഞ്ജലിയുടെ അലോവേറ ജെല്ല് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിനി നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫൗണ്ടേഷനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ലാക്മിയുടെ പ്രൊഡക്റ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ലാക്മിയുടെ ഫൗണ്ടേഷനാണ് ഞാനിപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഡ്രോപ്പ് നമ്മുടെ കയ്യിലെടുക്കാം. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ഡോട്ടായിട്ട് മുഖത്ത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മുഖത്ത് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷൻ, നമ്മളിപ്പോൾ ഈ ഒരു വശമാണെങ്കിൽ നമ്മൾ ഈ ഒരു വശത്തോട്ട് ഇങ്ങനെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കണം. ആൾറെഡി ഇങ്ങോട്ട് ഉരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് മുഖത്തിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കോമ്പാക്ട് പൗഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ സാധാരണ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ടാൽക്കം പൗഡർ നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൗഡർ നമുക്ക് നന്നായിട്ട് നമ്മുടെ മുഖത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ പൗഡർ ഇരിക്കണം, ഒരു ഭാഗം കൂടി അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് എല്ലായിടത്തും ആക്കുക. നമ്മുടെ കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ പിരികു എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ADSൻ്റെ ഐബ്രോ പെൻസിലാണ് ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഐബ്രോസൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഐബ്രോസൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണെഴുതാം. അതിനായിട്ട് ഞാനിവിടെ ഡാസ്ലറിൻ്റെ ഐടെക്സിൻ്റെ ഐലൈനറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കണ്ണ് നന്നായിട്ട് താഴെയും മേളിലും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വാല് പോലെയൊക്കെ വരച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഐലൈനർ എഴുതണ വീഡിയോ ആ ഒരു ഇത് ഞാൻ എടുത്തിട്ടില്ല, കാരണം എനിക്ക് ക്യാമറയിൽ നോക്കി അങ്ങനെ ചെയ്യാനായതുകൊണ്ടാണ്. അപ്പോൾ അടുത്തതായിട്ട് എടുത്തേക്കുന്നത് കളർ ബാറിൻ്റെ മസ്കാരയാണ്. അപ്പോൾ മസ്കാര നമുക്ക് നന്നായിട്ട് നമ്മുടെ ഐലാഷസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ താഴെയും മേളിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസ്കാരയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പൊട്ട് തൊടാം. ഞാനിപ്പോൾ ഐലൈനർ കൊണ്ട് തന്നെ ഒരു കുത്തായിട്ടുള്ള ഒരു ഡോട്ട് പൊട്ടാണ് തൊടുന്നത്. നന്നായിട്ട് തൊട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സിന്ദൂരമൊക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു സിന്ദൂരത്തിൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ട്, അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലിപ്പിൽ ഞാനിവിടെ നേച്ചേഴ്സിൻ്റെ ലിപ് ബാമാണ്, അതൊരു കളർ ലിപ് ബാമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അധികം കളറൊന്നുമില്ല കേട്ടോ അതിന്, നാച്ചുറലായിട്ടുള്ള ഒരു ചെറിയ ലൈറ്റ് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ്. അപ്പോൾ നമ്മുടെ ലിപ് ബാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മുടിയൊക്കെ കെട്ടി നമ്മുടെ മുല്ലപ്പൂക്ക് വെച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഓണത്തിൻ്റെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ സുന്ദരി മോള്. ആ പോവാ നോക്ക്.
ആ നല്ല മണമൊന്ന്. ടാറ്റാ ബൈ സീ യു. ഒരു പ്ലെയിൻ ചെയ്തോട്ടെ.